ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് അനു. ഞാൻ പാതിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ 2015 മുതൽ ഉടമ്പടി ജീവിതത്തിലാണ്. 19 തവണ ഉടമ്പടി പുതുക്കി അത് തുടർന്നു കൊണ്ടുപോകുന്നു. എനിക്ക് ഇത്രയും നീണ്ട കാലം ഈ ഉടമ്പടിയിലായിരിക്കുവാനായിട്ട് എനിക്ക് കൃപ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങും. എനിക്ക് 2016 അമ്മ കനിഞ്ഞ് നൽകിയതാണ് സദേൺ റെയിൽവേയിൽ ട്രാക്ക് മെയിൻറ്റെയിനറായിട്ട് ഒരു ജോലി. എന്നാൽ ട്രിച്ചി ഡിവിഷനിൽ ഒരു 8 വർഷത്തോളം എനിക്ക് തുടർച്ചയായിട്ട് അവിടെ ജോലി ചെയ്യേണ്ടി വന്നു. ട്രിച്ചി ഡിവിഷനിൽ ഒരു പ്രത്യേകത, അവിടെ ഒരുപാട് ആൾക്കാർ കുറവാണ്. സ്ട്രെങ്ത് വളരെ കുറവായതുകൊണ്ട് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. എങ്കിലും എനിക്ക് 3 കുഞ്ഞുമക്കളും ഹസ്ബൻഡ്, പ്രായമായ അച്ഛനും അമ്മയും എല്ലാം ആയതുകൊണ്ട് ട്രാൻസ്ഫർ എനിക്ക് അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു. ആ സാഹചര്യത്തിൽ ഞാൻ ഒരു 9 വർഷത്തോളം അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു. ഉടമ്പടിയിൽ ഞാൻ നിരന്തരം അത് ഒരു നിയോഗമായിട്ട് വെച്ചിരുന്നു. അത് വേറെ നിയോഗങ്ങളുടെ കൂട്ടത്തിൽ ഇത് ഞാൻ വെച്ചു പോകും. എത്ര പ്രാവശ്യം പുതുക്കുന്നോ അപ്പോഴെല്ലാം ഞാൻ ഈ നിയോഗം വെച്ചു പോകും. അത്ര അത്യാവശ്യമായിരുന്നു എനിക്ക് ട്രാൻസ്ഫർ. പിന്നെ അതിൻ്റെ ഉടമ്പടി സിൽവർ ഗ്രേയിലെത്തി. ആ സമയത്ത് ഉടമ്പടി ധ്യാനത്തിൽ എല്ലാ ഉടമ്പടി ധ്യാനവും ഞാൻ പല പ്രാവശ്യം കൂടും. അതിൽ അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് ആ ആഴ്ചയിൽ നടക്കുന്നതും അല്ലെങ്കിൽ ഞാൻ ജീവിക്കേണ്ടതുമായിട്ടുള്ള ധ്യാനമായിരിക്കും അതുപോലെ ഞാൻ പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിക്കും. ഒരു സിൽവർ ഗ്രേയിലായിക്കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ നിയോഗങ്ങളും ദൈവ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കണം. അതിനുശേഷവും നമ്മുടെ ആവശ്യങ്ങളൊന്നും വെക്കരുത് എന്ന് ഒരു ധ്യാനത്തിൽ പറയുണ്ടായി. അതോടുകൂടി ഞാൻ എൻ്റെ ഈ ട്രാൻസ്ഫർ എൻ്റെ ഈശോയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. എന്നാലും എല്ലാ ഉടമ്പടി കാര്യങ്ങളും അതേപോലെ തന്നെ തുടർന്നു കൊണ്ടിരുന്നു. അങ്ങനെ അതിന് ശേഷമാണ് എൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിലൊരു നീക്കുപോക്ക് വന്നത്. ഒരു മ്യൂച്വൽ ട്രാൻസ്ഫർ റെഡിയായി നാഗർകോവിലേക്ക് ഞാനത് സാക്ഷ്യം പറഞ്ഞതാണ്. അത് സാക്ഷ്യം പറഞ്ഞ് കഴിഞ്ഞ സെപ്റ്റംബർ 24 ഞാനത് സാക്ഷ്യം പറഞ്ഞ് നന്ദി പറഞ്ഞ് പോയതിൻ്റെ ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ സ്വന്തം ഇടവായ ആലപ്പുഴയിലേക്ക് സെക്ഷൻ ട്രാൻസ്ഫർ ഓർഡർ വന്നു. അതിനുശേഷം ഒരു 6 മാസം കാത്തിരുന്നു. ഈ കഴിഞ്ഞ ബുധനാഴ്ച എനിക്ക് എൻ്റെ ആലപ്പുഴ സെക്ഷനിൽ വന്ന് ജോയിൻ ചെയ്യാനായിട്ട് ഇടവന്നു. ഇങ്ങനെ നീണ്ട 9 വർഷക്കാലമായിട്ടുള്ള എൻ്റെ ആഗ്രഹം അമ്മ മാതാവ് ഈശോ വഴി എനിക്ക് സാധിച്ചു തന്നു. അതിന് ഞാൻ ഒത്തിരി 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 സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഓരോ തടസ്സം വരുമ്പോഴും ഇന്ന് ഞാൻ പോരുന്നതിൻ്റെ തലേ ദിവസം വരെയും എനിക്ക് പോരാൻ പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞുകൊണ്ടിരുന്നു. അന്നേരം ഞാൻ ലൈറ്റ് ദ കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന അതുപോലെ തന്നെ പിറ്റേ ദിവസം എനിക്ക് സാധിച്ചു തന്നതിനെ ഓർത്ത് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. വീണ്ടും ഞാൻ ഓരോ പ്രാവശ്യവും ഇതിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ഉടമ്പടി ഉപ്പ് ഞാൻ ഓരോ ഓഫീസിലും വിതറി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിരുന്നു. പിന്നെ ഉടമ്പടി കാശുരൂപം പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലും. ആ സമയത്ത് മാതാവിൻ്റെ കാശുരൂപം കയ്യിലിരുന്ന് തുടിക്കുക എന്ന ഓരോ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ മാതാവ് തുടിക്കുന്ന സമയത്ത് അത് എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടും മാറിയ ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ 3 മാസത്തിന് മുന്നായിട്ട് എൻ്റെ അപ്പച്ചന് ഒരു സർജറി വേണ്ടി വന്നു. കാതിൻ്റെ ചെവിയുടെ പുറകു വശത്തായിട്ട് ഒരു മുഴ വന്നു. അത് ഞങ്ങൾ കാണിച്ച് ടെസ്റ്റുകളെല്ലാം നടത്തി വന്നപ്പോഴത്തേക്കും അത് ക്യാൻസർ പോസിറ്റീവായിട്ടാണ് ബയോപ്സി റിസൾട്ട്
ബയോപ്സി റിസൾട്ടല്ല, കുത്തിയെടുത്തുള്ള റിസൾട്ട് വന്നത്. അങ്ങനെ ആ റിസൾട്ട് കാണിച്ച് ഞാനിവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. അതിനുശേഷം സർജറി വളരെ വിജയകരമായിട്ട് നടന്നു. എന്തെന്ന് വെച്ചാൽ ആ മുഴ നിൽക്കുന്ന ഭാഗത്ത് നമ്മുടെ നെർവ്സ് എല്ലാം ഒരുപാട് ചുറ്റി കിടക്കുന്നതുകൊണ്ട് ഒത്തിരി കോംപ്ലിക്കേഷൻ പറഞ്ഞിരുന്നു ഡോക്ടർമാർ. ആവശ്യം തളർന്നു പോകാം, അല്ലെങ്കിൽ കാഴ്ചയിലും കേൾവിക്കും ഭക്ഷണം ഇറക്കുന്നതിനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാകാം. അങ്ങനെ ഒരു നല്ല ഒരു റിസൾട്ട് പ്രതീക്ഷിക്കരുത് എന്ന് കരുതി തന്നെ വേണം നമ്മൾ ഓപ്പറേഷന് കയറാനെന്നാണ് പറഞ്ഞിരുന്നത്. അത് ഞങ്ങളുടെ ഉടമ്പടിയിൽ ഞാൻ ഒരു 6ാമത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നു. ആ പ്രാവശ്യം പുതുക്കിയപ്പോൾ അങ്ങനെ സർജറി വളരെ വിജയകരമായിട്ട് നടന്നു. ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഡോക്ടർമാർക്ക് തന്നെ അതിശയമായിരുന്നു. അത് പുറത്തെടുത്തപ്പോൾ അത് വലിയ വലിപ്പം ഒത്തിരിയുള്ള ഒരു മുഴയായിരുന്നു. അത് ബയോപ്സിക്ക് അയക്കുന്ന സമയത്ത് ഞാൻ അതിൽ ഉടമ്പടി തൈലം കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അത് ഞങ്ങൾക്ക് നെഗറ്റീവാക്കി തരണേ, ഇനിയൊരു ട്രീറ്റ്മെൻറ്റും ഇതിനായിട്ട് വേണ്ടി വരരുതേ അമ്മേ എന്ന് പ്രാർത്ഥിച്ചു കൊടുത്തു. അതിൻ്റെ റിസൾട്ട് പിന്നീട് അതിനെപ്പറ്റി ഒരു ആകുലതയും ഉണ്ടായില്ല. റിസൾട്ട് വരുന്ന അന്ന് പോലും ഞാനത് വിളിച്ച് ചോദിക്കുക ഒന്നും ചെയ്തില്ല. എനിക്കത് ഉറപ്പായിരുന്നു അമ്മ അത് സുഖപ്പെടുത്തുമെന്ന്. അതേപോലെ തന്നെ ആ റിസൾട്ട് അമ്മ നെഗറ്റീവാക്കി തന്നു. അമ്മയ്ക്ക് ഒരു കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരുപാട് ആത്മീയമായിട്ടുള്ള ഒരുപാട് കൃപകൾ അമ്മ നൽകിയിട്ടുണ്ട്. ഒത്തിരി ഒരുപാട് ഈ ഉടമ്പടിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് ഒരുപാട് ടെസ്റ്റിംഗ് ടൈമുകളാണ്. എല്ലാ കാര്യത്തിലും ഒരുപാട് പ്രതിസന്ധികൾ വരും. പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയത്തിലൊക്കെ ഞങ്ങൾ ഒരുപാട് തളർന്ന് പോയ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ നമ്മളെ അറിയുന്നവരും നമ്മുടെ കൂടെ ഉള്ളവരും എല്ലാവരും വിഷമിക്കുന്ന ഈ സാഹചര്യം കണ്ടിട്ട്, എന്നാൽ എനിക്കോ എൻ്റെ ഹസ്ബൻഡിനോ ഒരു പതർച്ചയോ തളർച്ചയോ ഉണ്ടാകാത്ത രീതിയിൽ എത്ര പ്രതിസന്ധിയിലും ഇത്രയ്ക്കും മനക്കരുത്ത് നൽകുന്ന അമ്മയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയാൻ വാക്കുകളില്ല. അതിന് മാത്രം കണ്ടു നിൽക്കുന്നവർക്കെല്ലാം ഒത്തിരി സങ്കടമാണ് നമ്മുടെ ഈ പ്രശ്നങ്ങൾ കാണുമ്പോൾ. എന്നാൽ ഞങ്ങളെ അത് ഒരു വിധത്തിലും ബാധിക്കാത്ത രീതിയിൽ പൊതിഞ്ഞു പിടിച്ച് നല്ല മനോധൈര്യത്തോടു കൂടി കൊണ്ടുപോകുന്നു. അതുകൂടാണ്ട് ഒരുപാട് പ്രാർത്ഥനയിൽ മുന്നേറാനായിട്ട് സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനം ഏത് സാഹചര്യത്തിലും പ്രേക്ഷിത പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകണമെന്ന് അതാണ് എൻ്റെ ഏറ്റവും വലിയ നിയോഗം. ഞാൻ എല്ലാ ആഴ്ചയിലും തമിഴ് പത്രം വാങ്ങിച്ച് ട്രെയിനിൽ, ബസ് സ്റ്റോപ്പിൽ എല്ലാ സ്ഥലത്തും പോയി ഞാൻ പത്രം വിതരണം ചെയ്ത് പ്രേക്ഷിത പ്രവർത്തനം ശക്തമായിട്ട് കൊണ്ടുപോകും. അതുകൂടാണ്ട് കാരുണ്യ പ്രവർത്തികൾ ഞാൻ പ്രായമായ അമ്മമാരെ, എനിക്ക് താമസിക്കുന്ന സ്ഥലത്ത് ഒരുപാട് പ്രായമായിട്ടുള്ള അമ്മമാരെ എല്ലാം കാണാനും അവരോട് സംസാരിക്കാനും, പ്രത്യേകിച്ച് എൻ്റെ വീടിനോട് ചേർന്നുള്ളൊരു 97 വയസ്സുള്ള ഒരു അമ്മയുണ്ടായിരുന്നു. അമ്മയ്ക്ക് സംസാരിക്കാനും കൂടെ പ്രാർത്ഥിക്കാനുമാണ് ഒരാൾ വേണ്ടിയിരുന്നത്. ഞാൻ ഒരു കൊച്ചുമോളെ പോലെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത്, ഭക്ഷണം വരെ പാചകം ചെയ്തു കൊടുത്ത് അമ്മയുടെ കൂടെ പ്രാർത്ഥിക്കുകയും അവരോട് കൂടെ സംസാരിച്ച് എനിക്ക് കിട്ടുന്ന സമയമെല്ലാം ചെലവഴിച്ച് പല കുടുംബങ്ങളിലും കയറി ഇറങ്ങി അവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് മാതാവിനെ അവർക്ക് പരിചയപ്പെടുത്തി. കൂടുതലും പ്രൊട്ടസ്റ്റൻറ്റും CSIക്കാരും ഉള്ളൊരു സ്ഥലത്താണ് ഞാൻ താമസിച്ചിരുന്നത്. അവർക്കെല്ലാം മാതാവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് ഉടമ്പടി പത്രം കൊടുത്ത് ഉടമ്പടിയിലേക്ക് ക്ഷണിക്കുകയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ. അമ്മ മാതാവും ഈശോയിലൂടെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 34:6 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു: ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. അനു എന്ന മകള് തനിക്ക് ഇതിപ്പോൾ എത്രാമത്തെ സാക്ഷ്യമാണ്?
ഞാനിത് 5ാമത്തെ സാക്ഷ്യമാണ് പറയുന്നത്. 19 തവണ ഉടമ്പടി പുതുക്കിയിട്ടുമുണ്ട്. തൻ്റെ 5ാമത്തെ സാക്ഷ്യം അൾത്താരയിൽ പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ മകൾ ആദ്യമേ നമ്മോട് പറയുക. 9 വർഷമായിട്ട് താൻ പരിശ്രമിക്കുന്നു, ഇടവിടാതെ അത് നിയോഗമായിട്ട് വെച്ചുകൊണ്ടിരുന്നു. എന്നാൽ എപ്പോഴത് ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുന്നുവോ അപ്പോൾ ഈശോ അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. അതായത് ഉടമ്പടി എടുത്തതിന് ശേഷം വീണ്ടും വീണ്ടും നിങ്ങൾ ആ നിയോഗം വെക്കണ്ട, ദൈവം എന്താ പൊട്ടനാണോ എന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ആരാധനയിൽ ഒരിക്കൽ പറയുകയുണ്ടായി. അതായത് നാം വീണ്ടും വീണ്ടും എന്തിനാണ് ഓർമ്മിപ്പിക്കുക? ഒരു പ്രാവശ്യം ഓർമ്മിപ്പിച്ചാൽ അത് പരിശുദ്ധ അമ്മയുടെ ഉടമസ്ഥതയ്ക്ക് കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. പിന്നീട് അതിനെക്കുറിച്ച് നാം കൂടുതലായി ചിന്തിക്കുകയോ വീണ്ടും അതിൻ്റെ പുറകെ നടക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുക. തൻ്റെ വീടിൻ്റെ അവസ്ഥകൾ, പ്രായമായ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ 3 പേര്. അപ്പോൾ തനിക്ക് വളരെ ദൂരേക്ക് റെയിൽവേയിൽ തനിക്കൊരു ജോബ് കിട്ടിയത് ദൂരേക്കാകുന്നു. അതും ജോബ് കിട്ടിയതും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം. അപ്പോൾ ഈ ഒരവസ്ഥയിൽ തനിക്കതൊരാവശ്യമായിട്ട് ഈ മകള് വീണ്ടും വീണ്ടും നിയോഗം വെച്ച്, പക്ഷേ ഒന്നും നടന്നില്ല. തൻ്റെ നിയോഗം എപ്പോഴ് വേണ്ട എന്ന് വെക്കുന്നുവോ, സിൽവർ ഗ്രേയിൽ വരുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം തന്നെ കേട്ട് താൻ തന്നെ ബോധ്യമുള്ളവളായി, ഇനി ഇത് ഞാൻ വെക്കുന്നില്ല, ദൈവഹിതം പോലെ വരട്ടെ. അത് ഈ മകൾ ചിന്തിച്ച ക്ഷണത്തിൽ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ പിന്നീട് ഇവിടെ വന്ന 4ാമത്തെ സാക്ഷ്യം പറഞ്ഞിട്ട് പോകുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ അമ്മ ഫയലെടുത്തു, ഈശോയോട് കാര്യങ്ങൾ പറയുന്നു. പിന്നീട് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുമ്പോൾ 2 ദിവസം കൊണ്ട് കാര്യങ്ങൾ ക്ലിയറായി. തൻ്റെ തന്നെ സ്വന്തം സ്ഥലത്തേക്ക്, ആലപ്പുഴയിലേക്ക് ഇപ്പോൾ തനിക്ക് ട്രാൻസ്ഫർ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ മകൾ പങ്കുവയ്ക്കുക. താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ, അതിൻ്റെ തീവ്രത, അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും പോയി പെട്ടെന്ന് ചെയ്തു കൊടുത്തിട്ട് വരികയല്ല. തൻ്റെ പേഴ്സണലായിട്ട് തന്നെ ആവശ്യമുണ്ട്. അതായത് താൻ സംസാരിച്ച് ടൈം എടുക്കേണ്ട കാര്യങ്ങളാണ് എന്നറിയുമ്പോൾ പോലും അങ്ങനെയുള്ള ഒരു അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഈ മകൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അതുപോലെ ആരുമില്ലാത്ത അവരെയൊക്കെ അന്വേഷിച്ച് ചെന്ന് കണ്ടുപിടിക്കുക. തനിക്ക് ജോലിയുണ്ട്, ഈ ജോലിയുടെയൊക്കെ ഇടയ്ക്കാണ് ഇതൊക്കെ ചെയ്യുക. പലരും പറയാറുണ്ട്, ജോലി ഉള്ളതുകൊണ്ട് പ്രാർത്ഥിക്കാൻ സമയമില്ല, കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ സമയമില്ല. അപ്പോൾ ജോലി നമുക്കൊരു തടസ്സമാകുന്നു. എന്നാൽ ഇവിടെ ജോലിയുമുണ്ട്, തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം എല്ലാ ആഴ്ചയും തന്നെ ഈ ഹസ്ബൻഡ് ആണെങ്കിലും ഇവിടെ വരാറുള്ള വ്യക്തിയാണ്. അങ്ങനെ ഉടമ്പടി ജീവിതവുമായിട്ട് ഇഴുകിച്ചേർന്ന ഒരു കുടുംബമായിട്ട് ഇവർ മാറുകയാണ്. അങ്ങനെയാണ് ദൈവം ഇവരുടെ ജീവിതത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങളുമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും ദൈവഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കണമെന്ന് ഈശോ ആഗ്രഹിച്ചു. അത് ചെയ്ത ആ ക്ഷണത്തിൽ പിന്നീട് ഈശോ ഇടപെടാൻ തുടങ്ങി. അങ്ങനെ തൻ്റെ ജോലിയുടെ കാര്യവും പിന്നീട് തൻ്റെ അപ്പച്ചൻ്റെ കാര്യമാണ്. അപ്പച്ചൻ ഒത്തിരി കോംപ്ലിക്കേഷനായിട്ടുള്ള ഒരു മുഴയാണ് ചെവിയുടെ സൈഡിലായിട്ടുണ്ടായിരുന്നതെന്നും അതുമൂലം രുചി, മണം, അതുപോലെ കേൾവി, അങ്ങനെ എല്ലാറ്റിനെയും അഫക്റ്റ് ചെയ്യും. കാഴ്ച എല്ലാറ്റിനെയും അഫക്റ്റ് ചെയ്യുമായിരുന്നു. അവിടെ ഒത്തിരിയേറെ നേർവ്സ് ചുരുണ്ടുകൂടി ഈ സിസ്റ്റ് മൊത്തം, അതായത് ഈ മുഴയിൽ മൊത്തം ആ നേർവ്സ് എല്ലാം ചുരുണ്ട് അത് വല്ലാത്ത ഒരവസ്ഥയിൽ ആയപ്പോഴാണ് ഇവരിതിനെക്കുറിച്ച് ഡയഗ്നോസ് ചെയ്ത് ഡോക്ടേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ തന്നെ ഇത് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് ഡോക്ടേഴ്സ് പറയുന്നു. മുഖമൊക്കെ കൂടിപ്പോകാമെന്ന് പറയുന്നു. എന്നാൽ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ തന്നെ അത് നീക്കം ചെയ്യുവാനായിട്ട് കഴിഞ്ഞുവെന്നും ആ മകന് ഭക്ഷണം ഇറക്കാൻ പോലും വയ്യാത്ത ആണോ? ഭക്ഷണം ഇറക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഭക്ഷണം നമ്മുടെ ഉടമ്പടി നേർച്ച വസ്തു ഉപയോഗിച്ചതുകൊണ്ട് ഇറക്കാനായിട്ട് സാധിച്ചു.
ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ വിട്ടുപോരാനും എല്ലാം സാധിച്ചു. പിന്നെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന എല്ലാ ദിവസവും അപ്പച്ചൻ ഇത് നിയോഗം വെച്ച് കൂടിയിരുന്നു. അങ്ങനെ സാക്ഷ്യങ്ങളെല്ലാം കേട്ട് ഒത്തിരി വിശ്വാസത്തിലേക്ക് വന്നു. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. എനിക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നതിൻ്റെ ആ ആഴ്ചയിൽ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞു, ഇന്ന് നിങ്ങൾ സൈൻ ചെയ്യുന്ന നിമിഷം നിങ്ങൾ എന്തെങ്കിലും ആ ഒരു നിയോഗം ഓർത്ത് സൈൻ ചെയ്യാൻ നിങ്ങൾക്കിന്ന് സാധിച്ചാൽ അതിന്ന് നടക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഫസ്റ്റ് പോയി മസ്ട്രോളിൽ സൈൻ ചെയ്യുമ്പോൾ ഞാൻ അത് ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സൈൻ ചെയ്തു എന്ന് അച്ഛൻ പറഞ്ഞ കാര്യം. അതിൻ്റെ പിറ്റേന്ന് തന്നെയാണ് എനിക്ക് പോരാനുള്ള എല്ലാം ആവുന്നതായിട്ട് അറിവ് കിട്ടിയത്. അതിനെ ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.